ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻസ് ആണ്. അതിൽ പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുണൈറ്റഡ് നേഷൻസിൽ സംസാരിച്ച ചില വിഷയങ്ങൾ, അതിൽ പ്രാഥമികമായിട്ട് 2-3 വിഷയങ്ങൾ കുറച്ച് നമ്മൾ ഓൾറെഡി തന്നെ പ്രീവിയസ് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫർദറായിട്ട് എന്താണ് സംസാരിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളും, അതോടൊപ്പം ഇറ്റലിയിൽ പൊരിഞ്ഞടി എന്ന് പറഞ്ഞാൽ ഈ പാലസ്തീനിയൻ സ്റ്റേറ്റ് രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അവിടെ ഏറ്റവും വലിയൊരു കലാപമായിട്ട് മാറിയിരിക്കുന്നത് ഇറ്റലിക്കുള്ളിൽ. പ്രത്യേകിച്ചും ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണി പറഞ്ഞിരിക്കുന്നത് ഇമിഗ്രൻറ്റുകളും അതുപോലെ തന്നെ മുസ്ലിംസും പർട്ടിക്കുലർലി ചേർന്നുകൊണ്ടാണ് ഇവിടെ ഈ രീതിയിലുള്ള കലാപ അന്തരീക്ഷം ഇറ്റലിക്കുള്ളിൽ നടത്തിയത് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. കലാപത്തിൻ്റെ ഫൂട്ടേജ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കൂ. പൊരിഞ്ഞടിയാണ്. പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ മേഖലയിൽ ജാഫർ എക്സ്പ്രസ്, ഈ കൊറ്റ വരെ പോകുന്ന ഈ ജാഫർ എക്സ്പ്രസ് ആണ് ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിൽപ്പെട്ട ആൾക്കാർ അതിനെ സ്മഗിൾ ചെയ്ത് വെച്ചിരുന്നത്. അതൊരു വലിയൊരു വിഷയമായിരുന്നു. അതിൻ്റെ പേരിലാണ് ഇവരെ തീവ്രവാദി പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ അമേരിക്കയുടെ റെക്കമെൻഡേഷനൊക്കെ തേടിയത്. ഇപ്പം നിലവിൽ അവരെ എന്തായാലും തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതേ സെയിം ജാഫർ എക്സ്പ്രസിനെ അതിൻ്റെ റെയിൽ പാളത്തിൽ ബോംബ് വെച്ചിട്ട്, അപ്പോൾ ഇത് കടന്നു വരുന്ന സമയത്തേക്ക് ആ ബോംബ് പൊട്ടിത്തെറിക്കുകയും അതിൽ നിരവധി കോച്ചുകൾ, അതായത് ഒരു 5-6 കോച്ചുകൾ ഇങ്ങനെ ഡീറെയിലായിട്ട്, ചിലത് തലകുത്തനെ, ചിലത് ചരിഞ്ഞും മറിഞ്ഞും, ഞാനിവിടെ ഫൂട്ടേജ് ആഡ് ചെയ്യുന്നുണ്ട്, ഈ രീതിയിലാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഈ ആക്രമണം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. തീർച്ചയായിട്ടും 100% സംശയമുനകൾ നീളുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ തന്നെയാണ് സംശയിക്കുന്നത്. അവരിതുവരെ ഏറ്റെടുത്തിട്ടില്ല, ക്ലെയിം ചെയ്തിട്ടില്ല, അത്രേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാവർക്കും അറിയാം പരോക്ഷത്തിൽ ഇപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചെന്നുള്ളത്. പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഈ റിബൽ ഗ്രൂപ്പുകളില്ലേ, ഇവർ തമ്മിൽ അന്തർധാര വളരെ സജീവമാണ്. അപ്പോൾ ഇങ്ങനെ ഈ തെഹരിക്ക് താലിബാനുകൾക്ക് മേളിൽ ഇന്നലെ പാകിസ്ഥാൻ്റെ ആർമി നടത്തിയ ആ ഒരു എയർ സ്ട്രൈക്ക്, ഇതൊക്കെ ചെയിൻ ഓഫ് ഈവൻസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടാം. അപ്പം തെഹരിക്ക് താലിബാനുകൾക്ക് മേളിൽ നടത്തിയ ആക്രമണം എന്നുള്ള രീതിയിൽ പൊതുജനങ്ങളെ ബോംബിട്ട് കൊല്ലുകയും, അതുപോലെ തന്നെ ഇപ്പുറത്ത് ബലൂചിസ്ഥാൻ മേഖലയിൽ ഈ ട്രെയിൻ ഇപ്പം ഇങ്ങനെ ഡീറെയിൽ ചെയ്യപ്പെട്ടതിൽ ബലൂചിസ്ഥാൻ റിബലുകളുടെ പങ്ക് ഏറ്റവും കൂടുതലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ശരിക്കും പൊതുവെ ഒരു അൺസർട്ടനിറ്റിയിലോട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇടയാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. കാരണം ഈ തെഹരിക്ക് താലിബാൻ എന്ന് പറയുന്നത് ശരിക്കും ഈ അഫ്ഗാൻ താലിബാനുകളുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആൾക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ താലിബാനികളാണ് ഈ തെഹരിക്ക് താലിബാനികൾക്ക് ആയുധങ്ങളൊക്കെ കൊടുക്കുന്നത്. ശരിക്കും അമേരിക്കൻ മെയ്ഡ് MK റൈഫിലുകളൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇമ്മാനുവൽ മാക്രോണിൻ്റെ കാര്യം പറയാം, കഷ്ടം തന്നെയാണ്. ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അതേ ഡെസിഗ്നേറ്ററിയിൽ വരുന്ന വ്യക്തിയാണ്. അപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ UNGAയിൽ പോയ സമയത്ത് അവിടെ ഭയങ്കരമായിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സാണ്. അവിടെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് പോലീസ് വണ്ടിയൊക്കെ കുറുകെ നിർത്തി തടഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മാക്രോൺ പോയ വാഹനം അവിടെ സ്ട്രക്കായി. അപ്പോൾ അവിടെ സ്ട്രക്കായപ്പോഴത്തേക്കും പുള്ളിക്കാരൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോലീസ് അവിടെ നിരുപാധികം അപ്പോളജി ചോദിക്കുകയാണ്, സാർ സോറി, ഇവിടെ ട്രംപ് പോകുന്നത് കൊണ്ട് സെക്യൂരിറ്റി ക്ലിയറൻസ് കിട്ടുന്നില്ല, അതുകൊണ്ട് തൽക്കാലം നിങ്ങളുടെ വാഹനം അങ്ങോട്ട് കടത്തിവിടാൻ എനിക്ക് വകുപ്പില്ല എന്ന് താഴ്മയായി താണുകയാണ്, അപേക്ഷിക്കുകയാണ്. അപ്പോൾ മാക്രോൺ എന്ത് ചെയ്തു, ഇങ്ങനെയൊക്കെ പ്രോട്ടോകോൾ ഉണ്ടോ, ശരി എന്നാൽ പിന്നെ ഞാൻ ലെറ്റ് മീ കോൾ മിസ്റ്റർ ട്രംപ് എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് ഉടനെ ട്രംപിനെ വിളിക്കുകയാണ്. ആ സ്പോട്ടിൽ തന്നെ വിളിക്കുമ്പോൾ ട്രംപ് എന്ത് പറഞ്ഞു എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ കാര്യം നമുക്ക് മനസ്സിലായി, ട്രംപ് എന്തായാലും സെക്യൂരിറ്റി മെഷേഴ്സ് തളർത്താനാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ ഫോണും ചെവിയിൽ വെച്ചുകൊണ്ട് തന്നെ നടക്കാൻ തുടങ്ങി. അതായത് അതൊരു ലെസ് ദൻ 1 കിലോമീറ്റർ ആണ് ആ ഒരു ഡിസ്റ്റൻസ്. പക്ഷേ ലെസ് ദൻ 1 കിലോമീറ്റർ ആണെങ്കിലും ഫ്രഞ്ച് പ്രസിഡന്റാണ് ഇതേപോലെ ഇറങ്ങി നടക്കുന്നത്. I'm sorry, President. I'm really sorry. It's just that everything's in frozen right now. There's a motorcade coming right now. I'm sorry. If you don't see it, let me cross. How are you? Guess what? I'm waiting in the street because everything is frozen for you. Are we ready for a while? Yo, look. President doesn't have so much time. Non, c'est bon, les gars. Voilà. Thank you. Take care. എന്തൊക്കെ സെക്യൂരിറ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെയും ഫ്രഞ്ച് പ്രസിഡന്റിനും സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും ഒരു കൺസേണും അവിടെ കൊടുത്തില്ല എന്നുള്ളൊരു പരാതി മാക്രോൺ ഉണ്ട്. മാക്രോൺ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ കാര്യങ്ങളൊക്കെ പിന്നീട് പത്രമാധ്യമങ്ങളിലൊക്കെ വരും. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ മാക്രോൺ അവിടെ ആ ഒരു മാക്രോൻ്റെതായിട്ടുള്ള ഒരു റെസ്പെക്റ്റ് കിട്ടിയില്ല എന്നുള്ള ഫീലുണ്ട്. മാക്രോൺ നടന്നു പോകുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് ഫ്രഞ്ച് പൗരന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ കാണുന്നുണ്ട്, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്.
നേരെ നടന്ന് പുള്ളിക്കാരൻ UNGA ഉള്ളിൽ കയറി പോകുന്ന ഒരു രംഗമാണ് അവിടെ ഉണ്ടായത്. വെഹിക്കിൾ ഒരു 1/2 കിലോമീറ്ററിന് അപ്പുറത്ത്, ഒരു 800 മീറ്ററിന് അപ്പുറത്ത് തന്നെ വെഹിക്കിൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നു. കാരണം അവിടെയാണ് സെക്യൂരിറ്റി പോയിന്റ്. അവിടെ തന്നെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വാഹനം കടന്നു വന്നിട്ടില്ല. മാക്രോൺ നടന്നു വന്ന് UNGA ഉള്ളിൽ കയറി പോകുന്നത് വരെ അവിടെ നിന്ന് വാഹനങ്ങൾ കടത്തി വിട്ടിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ ട്രംപിൻ്റെ കാര്യത്തിലേക്ക് വരാം. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ തകൃതിയായിട്ടുള്ള പ്രസംഗങ്ങളാണ് പലരും കാഴ്ചവെച്ചത്. എല്ലാം ട്രംപ് വരുന്നവരേ ഉള്ളൂ. ആദ്യമേ തന്നെ പാലസ്തീനെ പ്രതിനിധീകരിച്ച് ഓൺലൈനിലൂടെ മുഹമ്മദ് അബ്ബാസ് സംസാരിച്ചു. അപ്പം UK ഭയങ്കരമായിട്ട് ഞാൻ പാലസ്തീനിയൻ സ്റ്റേറ്റിനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രസ്താവനയൊക്കെ ഇറക്കിയതല്ലേ. അപ്പം അബ്ബാസ് പറഞ്ഞു വെച്ചത് UK മേളിൽ ഫുൾ ആൻഡ് ഫുൾ ബ്ലെയിം ഇട്ടുകൊണ്ടാണ് സംസാരിച്ചത്. ആ ബ്ലെയിം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ അവധിപ്പെടുന്നത്, ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ഈ ബ്രിട്ടനാണ് കാരണം, നിങ്ങളുടെ റൂളിങ്ങിൻ്റെ ടൈമിൽ ഉണ്ടായ പാർട്ടീഷൻ കൊണ്ടാണ് ഈ തൊല്ല ഞങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ബ്ലെയിമാണ് UK മുകളിലേക്ക് എടുത്തിട്ടത്. അതോടൊപ്പം റിപ്പാരേഷൻ 2 ട്രില്യൺ ആണ് റിപ്പാരേഷൻ എമൗണ്ട് ചോദിക്കുന്നത്, കൊടുക്കേണ്ടി വരും. UK എൻറ്റയർ GDP തന്നെ അങ്ങോട്ട് എടുത്ത് കൊടുക്കേണ്ടി വരും. ഇങ്ങനത്തെ ബ്ലെയിമൊക്കെ എടുത്ത് വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ UK ഇന്ത്യക്ക് തന്നെ ഒരുപാട് പൈസ തരാനുണ്ടാവും. അപ്പോൾ അതോടൊപ്പം മുഹമ്മദ് അബ്ബാസ് പറഞ്ഞു വെച്ചത് ഹമാസ് ഇനി പവറിലുണ്ടാവില്ല, പക്ഷേ ഞങ്ങൾക്ക് പാലസ്തീൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് രൂപീകരിക്കണം, അതിന് എല്ലാ സഹകരണവും വേണമെന്നാണ് അബ്ബാസ് പറഞ്ഞു വെച്ചത്. അതൊക്കെ അവിടെ ഒരു സൈഡിൽ നിൽപ്പുണ്ട്. പക്ഷേ ഇതിലെല്ലാം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ എല്ലാം ഞാൻ കണ്ടായിരുന്നു. പാലസ്തീനിയൻ സ്റ്റേറ്റ് ഇതാ ഇപ്പോൾ രൂപീകരിക്കും എന്നുള്ള നിലയിലാണ് പല പത്രമാധ്യമങ്ങളും ഇങ്ങനെ അടിച്ചിറക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല സംഗതി വേറെയാണ്. അതായത് ഇതുവരെയുള്ള പൊസിഷനിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. പാലസ്തീനിയൻ സ്റ്റേറ്റ് രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇനിഷ്യേഷൻ പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഫുൾ ആൻഡ് ഫുൾ UNGA മീറ്റിംഗ് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതിലുപരിയായിട്ട് കുറച്ച് അഡീഷണൽ പോയിന്റ്സ് പോസിറ്റീവായിട്ടും കൂടി വന്നിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത്. അതുപോലെ ഇമ്മാനുവൽ മാക്രോണും സ്പെയിനിലെ പെഡ്രോ സാൻഡ്രസ് രണ്ടുപേരും കൂടി ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും ഞങ്ങൾ നിർത്തിവെക്കാൻ തയ്യാറാണ് പാലസ്തീൻ സ്റ്റേറ്റ് രൂപപ്പെടുന്നത് വരെ എന്നുള്ള രീതിയിലൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. UNGA മീറ്റിംഗിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പങ്കെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള കുപ്രചാരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിലൊരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പങ്കെടുക്കില്ല എന്നുള്ളത് ഇതിന് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു രാജ്യങ്ങളുടെ നേതാക്കളുമായിട്ടും സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെന്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന് UNGA സൈഡ് ലൈനിൽ എടുത്തിട്ടില്ല. പിന്നെ UNGA സൈഡ് ലൈനിൽ പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ട് സംസാരിക്കുമെന്ന് ട്രംപാണ് പറഞ്ഞത്, ഇന്ത്യ പറഞ്ഞിട്ടില്ല. ഇന്ത്യക്കൊരു നിലപാടുണ്ട്. ഇന്ത്യയുടെ നിലപാട് നമ്മളുടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു നീക്കുപോക്കുകൾ ഉണ്ടാകുന്നത് വരെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ട്രംപിനെ നേരിട്ട് കണ്ട് സംസാരിക്കില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് പ്രൈം മിനിസ്റ്റർ സംസാരിച്ച് നേടേണ്ട വിഷയമല്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഇത് ഡിപ്ലോമാറ്റിക്കലി തന്നെ അല്ലാതെ തന്നെ റിസോൾവ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ട്രേഡ് ഡീലാണ്. കാരണം നാളെ പ്രൈം മിനിസ്റ്റർ മോദി ഇല്ലെങ്കിലും വേറൊരു പ്രൈം മിനിസ്റ്റർ വന്നാൽ തന്നെയും ഇന്ത്യയുടെ റിലേഷൻഷിപ്പിനെയും ഇന്ത്യയുടെ എഗ്രിമെന്റുകളെയും അത് ബാധിക്കാൻ പാടില്ല. അല്ലാതെ അന്ന് മോദിയും ട്രംപും ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഈ താരിഫ് തന്നൊക്കെ പറഞ്ഞിട്ട് നാളെ ഒരു സമയത്ത് പൊക്കിക്കൊണ്ട് വരരുത്. അങ്ങനെ ഇന്ത്യ മുന്നോട്ട് പോകേണ്ട ഓരോ കാലഘട്ടത്തും അമേരിക്കയെ ഒരു സൈഡിൽ ഇങ്ങനെ നോക്കി പോകാൻ പറ്റില്ല നമുക്ക്. അവർ ഇന്ത്യയുടെ പോളിസിയൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഒരു ഓപ്പൺ മൈൻഡോട് കൂടി ഇന്ത്യയുമായിട്ട് അപ്രോച്ച് ചെയ്താൽ ചെയ്തോട്ടെ. അത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ എത്ര വർഷം ഈ ഒരു ബേസിക് ലൈനിൽ നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അത് പുള്ളിയുടെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ജയശങ്കർ ഒരു പൊളിറ്റീഷ്യൻ അല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. പുള്ളി ഒരു പൊളിറ്റീഷ്യൻ അല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അജിത് ഡോവൽ, പുള്ളി ഒരു പൊളിറ്റീഷ്യൻ അല്ല. ഇവരൊക്കെ നാഷണലിസ്റ്റുകളാണ്. നാഷണലിസ്റ്റുകൾക്കും പൊളിറ്റീഷ്യൻസിനുമുള്ള വ്യത്യാസം ആദ്യം മനസ്സിലാക്കിക്കോണം, എന്നാൽ മാത്രമേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. നിർമ്മല സീതാരാമനെയൊക്കെ അങ്ങനെ കൊണ്ടുവന്നതാണ്. അതുപോലെ ഇന്ത്യൻ മിനിസ്ട്രിയിൽ അഴിച്ചുപണി നടക്കാൻ പോകുന്നത് ജയശങ്കറെ എടുത്ത് ഇപ്പം അങ്ങ് ഓടയിലെറിയും, പിന്നെ നിർമ്മല സീതാരാമനെ എടുത്ത് അങ്ങ് മാറ്റാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള കുപ്രചാരണങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ഇനിയിപ്പോൾ ട്രംപ് UNGA വരുമ്പോഴത്തേക്ക് ഞാനതൊരു ഫുട്ടേജ് വെക്കാൻ നിങ്ങൾ കണ്ടോളൂ. ട്രംപ് വരുമ്പോൾ തന്നെ അവിടെ എസ്കലേറ്ററിൽ കയറുമ്പോൾ എസ്കലേറ്റർ അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. എസ്കലേറ്റർ മുന്നോട്ട് പോകുന്നില്ല. ആ എസ്കലേറ്ററിൽ പുള്ളി ക്ലൈം ചെയ്ത് മേളിൽ പോവാണ്. സംസാരിക്കാൻ വേണ്ടിയിട്ട് പോഡിയത്തിൽ കയറി നിന്ന സമയത്ത് അവിടെ ടെലിപ്രോംപ്റ്റർ വർക്ക് ചെയ്യുന്നില്ല. ഈ ടെലിപ്രോംപ്റ്റർ വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ പുള്ളി ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ എൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അതങ്ങ് പറയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങുകയാണ്. പിന്നെ പകുതി വഴിക്കാണ് ടെലിപ്രോംപ്റ്റർ വർക്കായി തുടങ്ങിയത്. അതൊരു സൈഡിലിരിക്കട്ടെ. അപ്പോൾ പുള്ളി സംസാരിച്ച് തുടങ്ങിയത് തന്നെ ഇതേപോലത്തെ വിഷയങ്ങളാണ്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിട്ടുള്ള 5 പോയിന്റ്സ് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യുദ്ധങ്ങൾ നിർത്തിയ വിഷയങ്ങളിലൊക്കെ പുള്ളി വളരെയധികം ശക്തമായി തന്നെ സംസാരിച്ചു. യുണൈറ്റഡ് നേഷൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അഥവാ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക വൺ ഓഫ് ദി റിച്ചസ്റ്റ് നേഷൻ, ഗ്രേറ്റസ്റ്റ് നേഷൻ. അമേരിക്ക അതിൻ്റെ ഒരു ഗോൾഡൻ എറയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചത്. ഏതാണ്ട് 500 മില്യൺ ചെലവിൽ പണി കഴിക്കേണ്ട ഈ UN ഈ ഒരു സെറ്റപ്പ് ശരിക്കും ബില്യൺ കണക്കിൽ പൈസ ചെലവാക്കിയിട്ടും എസ്കലേറ്റർ പോലും ചൊവ്വേനേരെ വർക്ക് ചെയ്യുന്നില്ല, അതുപോലെ ടെലിപ്രോംപ്റ്റർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കുറ്റങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞത്. യുണൈറ്റഡ് നേഷൻസിന് ഒന്നിനും കൊള്ളാത്തൊരു സംഗതിയാണെന്നുള്ളതാണ് ട്രംപ് അവിടെ പറഞ്ഞു വെച്ചത്. യൂസ്ലെസ് ആയിട്ടിരിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് പുള്ളി വിലയിരുത്തിയത്. പിന്നെ അവിടെ നിന്ന് ട്രംപ് പറഞ്ഞത് ഗാസയിൽ ഹമാസ്
ബന്ദികളെ മോചിപ്പിക്കുക, കംപ്ലീറ്റ് ബന്ദികളെ മോചിപ്പിക്കുക. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അതുവരെ ഒരു രീതിയിലുള്ള ചർച്ചയോ ഒരു കോംപ്രമൈസോ ഒരു വെടിനിർത്തലോ ഒന്നും തന്നെ ഇല്ല. ആദ്യം ബന്ദികളെ വിട്ടിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബാക്കി കാര്യം പറ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടി പാലസ്തീനിയൻ സ്റ്റേറ്റ് ഇതെല്ലാം പൊളിഞ്ഞ്. അങ്ങനെ പാലസ്തീനിയൻ സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ഹമാസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം കൊണ്ടുവരാതെ പാലസ്തീനിയൻ സ്റ്റേറ്റ് റെക്കഗ്നേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹമാസിനെ പരിപോഷിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറഞ്ഞു വെച്ചത്. അതോടുകൂടി കുറേ രാജ്യങ്ങൾ ബാക്കൗട്ട് അടിച്ചിരിപ്പോൾ 145 രാജ്യങ്ങളോളം ഇപ്പം പാലസ്തീനിയൻ സ്റ്റേറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും പാലസ്തീനിയൻ സ്റ്റേറ്റിന്റെ ലൊക്കേഷൻ അത് വലിയൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള വിഷയമാണ്. ഒരു സൈഡിൽ ഇസ്രായേൽ തകൃതിയായിട്ടുള്ള അനക്സേഷൻ വർക്കുകളുമായിട്ട് മുന്നോട്ട് പോവാണ്. ഇസ്രായേൽ ഇതിനെ ഒന്നും ഗവനിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഹമാസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഹമാസ് തീവ്രവാദ സംഘടനയാണെന്നുള്ളതും അത് ഹമാസ് അവിടുന്ന് ഇല്ലാതാവണം എന്നുള്ളതും അമേരിക്കയോടൊപ്പം നിൽക്കുന്ന ഇസ്ലാമിക് രാജ്യങ്ങൾ വരെ അംഗീകരിക്കുന്ന വിഷയമാണെന്നാണ് ട്രംപ് അവിടെ പറഞ്ഞു വെച്ചത്. ഒരു അറബ് രാജ്യങ്ങൾക്ക് മിണ്ടാട്ടമില്ല. അവരൊക്കെ കുറെ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ആ ഒരു ഇൻഫ്ലുവൻസിൽ അവരുമായിട്ടൊന്ന് കൂടിച്ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിലുപരിയായിട്ട് ആരും തന്നെ ശക്തമായ രീതിയിൽ പാലസ്തീനിയൻ സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അതിശക്തമായ രീതിയിൽ വരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ തയ്യബർദകൻ അവിടെ ഉന്നയിച്ച വിഷയം കശ്മീർ വിഷയമാണ്. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് കശ്മീർ ജനങ്ങളോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാവും എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റാണ് തയ്യബർദകൻ അവിടെ പറഞ്ഞു വെച്ചത്. ഇന്ത്യ തുർക്കിയുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടെ പുനഃപരിശോധിക്കണം. തുർക്കി 24/7 ഇതേ വിഷയം തന്നെയാണ് UNGA വന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വർഷങ്ങളായിട്ട് തയ്യബർദകൻ ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണമാണ് ഈ കശ്മീർ വിഷയം. ഈ കശ്മീർ വിഷയം എല്ലാ വർഷവും തുർക്കി ഉപയോഗിക്കുന്നുണ്ട്, പാകിസ്ഥാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ പുതുതായിട്ട് അവിടെ കശ്മീർ വിഷയം ഒന്നും അവിടെ ആരും തന്നെ ഉന്നയിച്ചില്ല. കശ്മീർ വിഷയം ആഗോളതരത്തിലൊരു വിഷയമായിട്ട് എടുത്തുകൊണ്ട് വരണം എന്നുണ്ടെങ്കിൽ ആര് പറയണം? അമേരിക്ക തന്നെ പറയണം. അതാണല്ലോ വേണ്ടത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ വെടിനിർത്തലിന് ഇടപെട്ടു, അതേസമയം അത് ഇന്ത്യൻ കശ്മീരും POKയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മീഡിയേഷന് വേണ്ടിയിട്ട് കശ്മീർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അമേരിക്ക വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് ട്രംപ് പറയണ്ടേ? എന്നാലാണ് ആഗോളതരത്തിൽ ഇത് ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ആ ഒരു ഫോക്കസ് പോയിന്റിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും പാകിസ്ഥാനാണ് UNGA സെക്യൂരിറ്റി കൗൺസിലിന്റെ തലപ്പത്തിരിക്കുന്നത്, ചെയർപേഴ്സണിൽ. അതിലുപരിയായിട്ട് ഈ പറയുന്ന രാജ്യങ്ങൾ തന്നെയാണ് തുർക്കി, അതൊക്കെ എപ്പോഴും പറയുന്ന രാജ്യങ്ങളാണ്. തയ്യബർദകൻ വീണ്ടും ഇന്ത്യക്ക് എതിരെ പറയുന്ന രീതിയിൽ ആ കശ്മീർ വിഷയം എടുത്തവിടെ പറഞ്ഞതേ ഉള്ളൂ. തുർക്കിയുടെ നിലപാട് വളരെ വ്യക്തമാണ്. തുർക്കി മറ്റൊരു പാകിസ്ഥാനാണ്, അത് അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. പിന്നെ ട്രംപ് പറഞ്ഞു വെച്ചത് ഈ എണ്ണ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയനാണ് ആദ്യം ഈ എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇന്നലെ എണ്ണ വാങ്ങുന്നത് നിർത്തണം റഷ്യയിൽ നിന്നും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ട്രംപ് പറഞ്ഞിട്ട് പോയതിനു ശേഷം ഹംഗറി പുറത്തു വന്നിരിക്കുകയാണ്. യൂറോപ്പിലുള്ള ഹംഗറി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ കഴിയില്ല എന്ന് ഹംഗറി പറഞ്ഞിട്ടുണ്ട്. ഹംഗറി ഒരു യൂറോപ്യൻ രാജ്യമാണ്, പറഞ്ഞു കഴിഞ്ഞു. അപ്പം യൂറോപ്പിൽ കിടക്കുന്ന രാജ്യങ്ങൾക്ക് തന്നെ അവിടെ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. പിന്നെയാണോ ഇന്ത്യക്ക് മേളിൽ ഈ താരിഫും അതൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ട്രംപ് ഒരു അക്നോളജ്മെന്റ് കൂടെ നടത്തി. ഇന്ത്യക്ക് പെനറ്റീവ് താരിഫ് കൊണ്ടുവന്ന സമയത്ത് എനിക്ക് അറിയില്ല യൂറോപ്പ് റഷ്യയിൽ നിന്നും ഇത്രമാത്രം എണ്ണ വാങ്ങുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ല എന്നാണ് ട്രംപ് അവിടെ പറഞ്ഞു വെച്ചത്. എന്നാൽ പിന്നെ ഈ പെനറ്റീവ് താരിഫ് എടുത്ത് മാറ്റാത്തത്? അതായത് ചൈനയോ മറ്റുള്ള രാജ്യങ്ങളെയോ ഒന്നും തന്നെ ചെയ്യാൻ കഴിവില്ലാത്ത കെൽപ്പില്ലാത്ത ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഇന്ത്യയെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാന്തി നോക്കാം എന്നുള്ള രീതിയിൽ വന്ന് ഇങ്ങനെ പെനറ്റീവ് താരിഫ് ഇട്ടതാണ്. എന്നാൽ പിന്നെ യൂറോപ്പ് എണ്ണ മേടിക്കുന്നത്, അതായത് റഷ്യയുമായിട്ട് നേരിട്ട് കൺഫ്രണ്ടേഷനിലിരിക്കുന്ന ഉക്രൈൻ ഉൾപ്പെടെയുള്ള ആ ഒരു യൂറോപ്യൻ ചേരിയിൽ കിടക്കുന്ന രാജ്യങ്ങളെല്ലാം റഷ്യൻ എണ്ണ വാങ്ങി ഗുണഭോക്താക്കളാവുമ്പോഴത്തേക്കും ഇന്ത്യയെ ബലമായി പെനറ്റീവ് താരിഫിന്റെ കീഴിൽ കൊണ്ടുവരേണ്ട കാര്യം എന്തിരിക്കുന്നത്? അതായത് ഇന്ത്യയുടെ വളർച്ച ആഗ്രഹിക്കുന്നില്ല, ഇന്ത്യ ചെയ്യുന്ന വ്യാപാരം താല്പര്യപ്പെടുന്നില്ല, അത് ഇന്ത്യ വില കുറച്ച് എണ്ണ യൂറോപ്പിന് സപ്ലൈ ചെയ്യുന്നത് താല്പര്യപ്പെടുന്നില്ല. പല രീതിയിൽ നമുക്ക് ഇതിനെ ചിന്തിക്കാം. പക്ഷെ എന്തായാലും ഇന്ത്യക്ക് ദോഷകരമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടി തന്നെയാണ് ഈ കാര്യം നടന്നിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ട്രംപിന്റെ ചേരിയിലുള്ള കുറച്ച് ആൾക്കാർ പ്രധാനമായിട്ടും ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ജർമ്മനിയെ കുറിച്ച് പറഞ്ഞു വെച്ചത് പുള്ളി ജർമ്മനി നേരിടുന്ന 2 പ്രശ്നങ്ങൾ, ഇമിഗ്രേഷൻ ഇഷ്യൂ, അതേപോലെ തന്നെ ബാങ്ക്രപ്സി. അതായത് അതിനോടൊപ്പം ഒരു മോക്കിംഗ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മോക്കിംഗ് എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട മോക്കിംഗ്. ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് പുള്ളി പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് നിങ്ങൾ ജർമ്മനി ഭയങ്കരമായിട്ട് കാർബൺ ഫുട് പ്രിന്റിന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഗ്രീൻ എനർജിയിലേക്ക് തിരികെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര നാടകങ്ങളൊക്കെ കളിച്ചുകൊണ്ട് നിങ്ങൾ വന്ന ആൾക്കാരാണ്. ഇപ്പം നിങ്ങളുടെ ആ ഒരു ആശയങ്ങളൊക്കെ എവിടെ പോയി? നിങ്ങളുടെ ഊർജ്ജമൊക്കെ എവിടെ പോയി? ചോർന്നു പോയോ? ഇപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോസിൽ ഫ്യൂലും കോളൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലാണല്ലോ നിങ്ങൾ മാറിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു മോക്കിംഗ് ഡയലോഗും അവിടെ ജർമ്മനിക്കിട്ട്, അതായത് യൂറോപ്യൻ യൂണിയനിട്ട് കൃത്യമായിട്ട് പുള്ളി പറഞ്ഞു പോയി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ട്രംപ് എന്ന് പറയുന്ന വ്യക്തി ഫോസിൽ ഫ്യൂവലിനെയും കോളിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അതായത് അതൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിനോടൊത്ത് ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയുമാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്നൊക്കെ ഓൾറെഡി പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ അങ്ങനെ യൂറോപ്യൻ സൈഡിലുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റ്മെന്റും കൂടി പറഞ്ഞു പോയിട്ടുണ്ട് ട്രംപ്. പുള്ളി പറയുന്നത് അങ്ങനെ നാച്ചുറൽ ഡിസാസ്റ്റർ ഒന്നും നിങ്ങൾ പറയുന്ന രീതിയിൽ ഇങ്ങനെ കാർബൺ എമിഷൻ കൊണ്ടൊന്നും ഉണ്ടാകുന്നതല്ല, അതൊരു സൈക്ലിക് പ്രോസസ് ആണെന്നുള്ള രീതിയിലേക്കാണ് പുള്ളിയുടെ കാഴ്ചപ്പാട്. അതായത് എർത്ത് തന്നെ അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകും എന്നാണ് പുള്ളി വിശ്വസിക്കുന്നത്.
പിന്നെ വെനിസുലയ്ക്ക് മേളിൽ ഞങ്ങൾ ആക്രമണം നടത്തും എന്ന് തന്നെയാണ് പുള്ളി ഉറപ്പിച്ച് പറയുന്നത്. കാരണം അവിടെ നിന്ന് വെനിസുലയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഉപദ്രവങ്ങൾ ചെറുതല്ല. പ്രത്യേകിച്ച് ഈ മരുന്ന് മാഫിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു വിഷയം പുള്ളി എടുത്ത് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസിൽ തന്നെ വിളിച്ച് പറഞ്ഞിട്ട് നേരെ പോയി അറ്റാക്ക് നടത്തുക എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അത് പതിയെ ഇപ്പോൾ ഒരു ആക്രമണത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാജുവലി അതിലേക്ക് പോകും. വെനിസുലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മദുറോ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളല്ല ഏറ്റവും കൂടുതൽ, ഏതാണ്ട് 82% അമേരിക്കയ്ക്ക് ബ്രസീൽ, കൊളംബിയ ആ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ സൈഡിൽ നിന്നും തുച്ഛമായ കണക്ക് മാത്രമേ അമേരിക്കൻ സൈഡിൽ തന്നെ ഉള്ളൂ. അതും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ എന്തിനാണ് വെനിസുലയെ ഉപദ്രവിക്കുന്നതാണ് പുള്ളി ചോദിക്കുന്നത്. അതിന് ഉത്തരവൊന്നുമില്ല. ഞങ്ങൾ വെനിസുലയെ ആക്രമിക്കും, കാരണം അവിടെയാണ് എണ്ണയുള്ളത്. അതിന് ചുറ്റിപ്പറ്റി എണ്ണപ്പാടങ്ങളൊക്കെ കുറേ ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ കുറേ എക്സ്കാവേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാണെന്നാണ് ഇപ്പം ട്രംപിൻ്റെ നിലപാട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ പാലസ്തീനിയൻ സ്റ്റേറ്റ് ആ പരിപാടികളെല്ലാം തീർന്നിട്ട് കൺക്ലൂഷനിൽ യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞു വെച്ച വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഹമാസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ബന്ദികളെ എല്ലാം മോചിപ്പിക്കുക. അത് കഴിഞ്ഞാൽ മാത്രമേ ഫർദർ ടോക്ക്, നെഗോസിയേഷൻ എന്തെങ്കിലുമൊക്കെ സംഭവിക്കൂ. ഇതാണ് യുണൈറ്റഡ് നേഷൻസിന്റെ തീരുമാനം. ഇത് എത്ര മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ ഇത് പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. UN ആദ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ October 7 ആക്രമണത്തിനെ ഞങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. UN സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഗാസയ്ക്കുള്ളിൽ നടക്കുന്ന ആക്രമണങ്ങളെയും ഞങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്രാഥമികമായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കേണ്ടത് ഹമാസ് ആണ്. ഹമാസ് എത്രയും വേഗം ഈ ബന്ദികളെല്ലാം മോചിപ്പിക്കുക. അത് കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു പോംവഴി ഉണ്ടാവൂ, എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയൂ. എന്തിനു ഭേദം പാലസ്തീനികൾക്ക് എന്ന് പറഞ്ഞൊരു പാലസ്തീനിയൻ സ്റ്റേറ്റ് തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള നിലപാടാണ് UN എടുത്തിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിലെ കുറേ മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട് പാലസ്തീനിയൻ സ്റ്റേറ്റ് ഭയങ്കരമായിട്ട് അത് ഇസ്രായേൽ സമ്മർദ്ദത്തിലാണ്, പാലസ്തീൻ സ്റ്റേറ്റ് ഓൾറെഡി ഉണ്ടായി എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അങ്ങനെയല്ല, ഇതാണ് ശരിക്കുള്ള സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെയാണ് UN പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഇത്രയും രാജ്യങ്ങൾ ചേർന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൂടാതെ ഇന്നലെ ട്രംപ് ഒരു വിഷയം കൂടി പറഞ്ഞു. അവിടെ പ്രഗ്നൻസി കാലഘട്ടത്തിൽ സ്ത്രീകൾ കഴിക്കുന്ന പാരസിറ്റമോൾ കുട്ടികളിലേക്ക് ഓട്ടിസം വരാൻ കാരണമായി തീരുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് പല സയൻസ് റിസർച്ച് സ്കോളേഴ്സ് ഒക്കെ ഇത് ബ്ലണ്ടർ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപിന് ഈ വിവരം ആരാണ് കൊടുത്തത്, ഏത് ഉന്നത ലെവലിലുള്ള റിസർച്ച് സയന്റിസ്റ്റാണ് കൊടുത്തത്, അതിന്റെ പേപ്പർ വർക്ക്സ് എന്തൊക്കെയാണ്, അതിന്റെ ഡോക്യുമെന്റേഷൻ എന്തൊക്കെയാണെന്നുള്ളത് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഇത് അമേരിക്കയുടെ ഉള്ളിൽ ഇപ്പം വാർത്താ മാധ്യമങ്ങളിൽ, ഇത് അമേരിക്കയുടെ ഉള്ളിൽ പല ടെലിവിഷൻ ചാനലുകളിലും ഇപ്പം ഡിബേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയം. കാരണം ഏറ്റവും കൂടുതൽ ഓട്ടിസം വരുന്നത് ഇപ്പോൾ പാരസിറ്റമോൾ പ്രഗ്നൻസി കാലഘട്ടത്തിൽ സ്ത്രീകൾ കഴിക്കുന്നത് കൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ഓട്ടിസം ആയിട്ട് വരുന്നത് എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് UN പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ പുള്ളി തന്നെ പുറത്തു വിടണം. അതിന്റെ സ്റ്റഡി, അതിന്റെ മെറ്റബോളിസം, അതിന്റെ മോളിക്കുലാർ സ്ട്രക്ചർ, ഫോർമുല, എങ്ങനെയാണ് ഇതിന്റെ ആ മോളിക്കുലാർ ഫോർമുല, ലോക്ക് ആൻഡ് കീ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓട്ടിസം ക്രിയേറ്റ് ആവുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഇത് വിശദമായ പഠനം നടത്തി വെളിയിൽ വിടേണ്ട കാര്യമാണ്. ട്രംപ് ഒറ്റ ലൈനിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. ഇതെന്ത് സംഗതി എന്നുള്ളത് നമുക്ക് അറിയത്തില്ല, ആർക്കും തന്നെ അറിയത്തില്ല. അതാണ് അവസ്ഥ. പാരസിറ്റമോൾ കൂടുതൽ കഴിക്കുമ്പം എല്ലാ മെഡിസിൻസിനും അതിൻ്റെതായിട്ടുള്ള കോൺട്രാ ഇൻഡിക്കേഷൻസ്, തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പക്ഷേ നമുക്കറിയാം ഇത്, അതായത് ഇപ്പോൾ ഇന്ന് മരിക്കുന്നതിനേക്കാളും നമ്മൾ ഗുളിക കഴിച്ച് കുറച്ച് നാൾ ജീവിച്ചിരുന്നിട്ട് മരിക്കാം. അതാണ് ഈ ഒരു മെഡിസിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ എക്സ്റേ എടുത്താലും നമുക്ക് ദോഷമുണ്ട്, അതുപോലെ തന്നെ നമ്മൾ മരുന്ന് കഴിച്ചാലും നമുക്ക് അതിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻസും തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഒക്കെ വരും. അപ്പോൾ പാരസിറ്റമോളൊക്കെ ലിവർ ഡാമേജ് ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ്. അളവിൽ കൂടുതൽ ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, എക്സസീവ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ലിവർ ഡാമേജ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ആ പഠനങ്ങളൊക്കെ വെളിയിലുണ്ട്. പക്ഷേ ഈ ഒരു പഠനം ഇപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ ട്രംപ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് വരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ പൊതുവിലെ UN ഒരു ഫെയിലിയർ എന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചിട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് ആ ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ ഈ UN ഭയങ്കര ഷെയിംഫുൾ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ആ ഷെയിംഫുൾനെസ്സിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹമാസ്, അതായത് ഈ ബന്ദികളെ ഒരു രാജ്യത്ത് കയറി കുറേ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വെച്ചതിൽ നിന്നാണല്ലോ ഈ യുദ്ധം തുടങ്ങിയത്. ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാതെ ആ ഒരു വിഷയം നിലനിൽക്കെ ഇപ്പോഴും 48 പേരെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഹമാസിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാലസ്തീനിയൻ സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഈ രാജ്യങ്ങളെ പുച്ഛിക്കുന്ന രീതിയിലാണ് ശരിക്കും ട്രംപ് അവിടെ സംസാരിച്ചിട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് അവിടെ ഒരു മേൽക്കോയ്മയാണ് കിട്ടിയിരിക്കുന്നത്. ശരിക്കും ഇസ്രായേൽ ചെയ്യുന്നത് ശരിയാണ് എന്നാണ് US പറഞ്ഞു വെച്ചിട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ US വീറ്റോ പവർ ഉണ്ട്. അപ്പോൾ എന്ത് തന്നെ അവിടെ റെസൊല്യൂഷൻസ് കൊണ്ടുവന്നാലും US വീറ്റോ ചെയ്യും. ഇത്തവണത്തെ UNGA മീറ്റിംഗ് തന്നെ യൂസ്ലെസ് ആണ്, ഫെയിലിയർ ആണെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയിൽ നിന്നും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ജയശങ്കർ കാണേണ്ട ആൾക്കാരൊക്കെ കണ്ടു, യൂറോപ്പിലുള്ള ഒരുപാട് ഡെലിഗേറ്റ്സുമായിട്ട് സംസാരിച്ചു. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ട് കാര്യങ്ങൾ ഞാൻ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം. ആരെയൊക്കെ കണ്ടു, എന്തൊക്കെ സംസാരിച്ചു, എന്തൊക്കെ ഡീലുകൾ മുന്നോട്ട് വെച്ചു, എന്തൊക്കെ സൈഡ് ലൈൻ മീറ്റിംഗ്സ് നടന്നുള്ളത്. ഒരുപാട് സൈഡ് ലൈൻ മീറ്റിംഗ്സ് നടന്നിട്ടുണ്ട്. അതായത് ഇന്ത്യ ഒറ്റപ്പെട്ടു, ഇന്ത്യയുമായിട്ട് ആർക്കും കച്ചവടം നടത്തണ്ട, ഇന്ത്യയുമായിട്ട് ആർക്കും സംസാരിക്കേണ്ട, ഇന്ത്യ ഒറ്റപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെറും ജോക്ക് മാത്രമാണ്. കാരണം ഇന്ത്യയുമായിട്ട് താല്പര്യമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇന്ത്യയുമായിട്ട് സംസാരിക്കാൻ താല്പര്യമുള്ള നേതാവാണ് ഇമ്മാനുവൽ മാക്രോൺ. കാരണം ഫ്രാൻസിന്റെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ ഇന്ത്യക്കുള്ളിലുണ്ട്. ഇന്ത്യയുടെ ഒരുപാട് പർച്ചേസിംഗ് കോൺട്രാക്റ്റുകൾ ഫ്രാൻസിന്റെ ഉള്ളിലുണ്ട്. അവർ തമ്മിൽ സംസാരിക്കാതിരിക്കാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരിക്കലുമില്ല.
UK നമ്മൾ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. ഫർദർ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ എന്തെങ്കിലും സാഹചര്യമുണ്ടോ? അസർബൈജാനുമായിട്ട് നമ്മൾ വീണ്ടും എണ്ണ വാങ്ങി തുടങ്ങിയിരിക്കുകയാണ്. അവരുമായിട്ട് സംസാരിക്കാതിരിക്കാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ആഫ്രിക്കൻ റീജിയനിൽ കിടക്കുന്ന രാജ്യങ്ങൾ, ഗ്ലോബൽ സൗത്തിൽ കിടക്കുന്ന രാജ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും സംസാരിക്കും എന്നുള്ളതിൽ 100% ഉറപ്പാണ്. അതൊക്കെ ഒരു രാജ്യങ്ങളായിട്ടേ കണക്കാക്കുന്നില്ല. അമേരിക്കയുടെ അതേ മേൽക്കോമിയോട് കൂടിയാണ് പലരും വാർത്ത പറയുന്നത്. അതായത് ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ അങ്ങ് തള്ളിക്കളയാം. അതൊക്കെ ചെറിയ നക്കാപ്പിച്ച രാജ്യങ്ങളാണ്. അതിനൊക്കെ എന്ത് വാല്യൂ ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതായത് അമേരിക്കൻ ഡോമിനേഷനെ മാത്രം സപ്പോർട്ട് ചെയ്യും, മറ്റുള്ളവരൊക്കെ മനുഷ്യന്മാരെ അല്ല എന്നുള്ള അതായത് അതേ വെസ്റ്റേൺ ഹെജിമോണിക്കൽ അജണ്ട വെച്ചുകൊണ്ടുള്ള വാർത്താ അവതാരകരൊക്കെ ഇവിടെ ഉണ്ട്. കാരണം ആഫ്രിക്കൻ രാജ്യങ്ങൾ ഗ്ലോബൽ സൗത്ത് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പുണ്യമാണ്. ആ രാജ്യങ്ങളുടെ അസറ്റും ആ രാജ്യങ്ങളുടെ ആ ഒരു വാല്യൂ എന്താണെന്നുള്ളത് യൂറോപ്പിനെ കണ്ടാൽ മനസ്സിലാവും. കാരണം യൂറോപ്പ് നന്നായി തന്നെ ആഫ്രിക്കയെ ചോർത്തിയെടുത്തിട്ടാണ്, ആഫ്രിക്കയുടെ എല്ലാ വളങ്ങളും ചുരണ്ടിയിട്ടാണ് യൂറോപ്പ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചരിത്രബോധവും യാഥാർത്ഥ്യ ബോധമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഇത്തവണത്തെ UNGA ജനറൽ അസംബ്ലി ഒരു പരാജയമാണ്. ഇനിയിപ്പം പാകിസ്ഥാൻ വന്നിട്ട് സംസാരിക്കും. അവരും ഇതേപോലെ കശ്മീർ വിഷയം ഞങ്ങൾക്ക് മീഡിയേഷൻ വേണമെന്നൊക്കെ പറയും. അതിലുപരിയായിട്ട് ഇന്ത്യക്കെതിരെ വാല് പൊക്കാനോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റുകൾ പറയാനോ ഒരു മനുഷ്യന്മാരും ഇല്ല അവിടെ. ട്രംപ് മാത്രമാണ് റഷ്യയുടെ യുദ്ധത്തിന് ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യയും ചൈനയുമാണെന്ന് പറഞ്ഞു വെച്ചത്. അവിടെയും ഇന്ത്യ ഒറ്റയ്ക്ക് പറഞ്ഞിട്ടില്ല, ചൈനയും കൂടെ ചേർത്താണ് പറഞ്ഞത്. അമേരിക്ക എന്തെങ്കിലും ആക്ഷൻസ് ചൈനയ്ക്ക് മേളിലോ ഇന്ത്യക്ക് മേളിലോ ഫർദർ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം യൂറോപ്യൻ യൂണിയൻ എണ്ണ വാങ്ങുന്നത് നിർത്തി റഷ്യയ്ക്ക് മേളിൽ കടുത്ത രീതിയിലുള്ള സാമ്പത്തിക ഉപരോധം, അതും പ്രത്യേകിച്ച് സാങ്ഷൻസ് ഓൺ ദ ഓയിൽ കൊണ്ടുവരണം. അതിലുപരിയായിട്ട് ഒരു തേർഡ് പാർട്ടി റൂട്ടിലൂടെയും റഷ്യൻ ഓയിൽ ഞങ്ങൾ മേടിക്കില്ല എന്നുള്ള തീരുമാനം കൂടി എടുക്കണം. അത് സാധിക്കില്ല എന്നാണ് യൂറോപ്യൻ യൂണിയൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. 2028 വരെ അത് സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും ഇതിനകത്ത് പറയാനില്ല. നമ്മുടെ നിലപാടിൽ ഉറച്ച് നമ്മൾ മുന്നോട്ട് പോകും. അതാണ് മനസ്സിലാക്കേണ്ടത്. കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള വിഷയങ്ങളാണ് ഞാനിവിടെ പങ്കുവച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.